നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം. ഭീതി നിറഞ്ഞ, അതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന ചോദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ നിറഞ്ഞു നിന്ന ധർമ്മസ്ഥല എന്ന സ്ഥലം. ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, അതായത് അവിടെ ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരുപാട് പേരെ കൊണ്ടുവന്ന് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നു. ആദ്യം കുറച്ച് പേരെ പറയുന്നു, പിന്നീട് അത് 1000, 10,000 ഒക്കെ ആയി മാറുന്നു. അങ്ങനെ കണക്കുകൾ ദിവസം പ്രതി കൂടുന്നു. ഇത്തരത്തിൽ വളരെ നടുക്കുന്ന, വളരെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതനുസരിച്ച് ഈ സ്ഥലം പരിശോധിക്കണം. അതായത് അവിടെ തലയോട്ടികൾ ഉണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. അന്ന് തനിക്ക് പറയാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് ധൈര്യം വന്നു. അതുകൊണ്ട് താൻ അന്വേഷണ സംഘത്തോട് ഇത് വെളിപ്പെടുത്തുകയാണ്. താൻ അവിടെ ജോലിക്കാരന സമയത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഇത് പറയാതിരുന്നത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് നമ്മൾ കണ്ടിരിക്കുന്നു. അതായത് ആ പറഞ്ഞതെല്ലാം കള്ളമാണ്. ഒരു ചീട്ടുകൊട്ടാരം പോലെ എല്ലാ കള്ളങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ മറവ് ചെയ്തു എന്ന് അവകാശപ്പെട്ട ശുചീകരണ തൊഴിലാളി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥകളാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തന്നെ കള്ളക്കഥകൾ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് ഭട്ട് തിമ്മറോടി എന്ന ധർമ്മസ്ഥല ക്ഷേത്രാധികാരികളുമായി അടുത്തിടെ തെറ്റിപ്പിരിഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണെന്നും ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇയാൾ നമ്മളെ ഒരുപാട് കാലം ഒരു കള്ളക്കഥ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഒരു വസ്തുത കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോറി ഉടമ മനാഫ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അർജുൻ്റെ തിരോധാനവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി നമ്മൾ നിന്നപ്പോൾ മുതൽ മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് മനാഫ്. ഇവിടെ ഈ കാട്ടിൽ കുഴിച്ചാൽ നൂറുകണക്കിന് തലയോട്ടികളും അസ്ഥികൂടങ്ങളും കിട്ടുമെന്ന് ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഗട്ടയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബർ മലയാളത്തിലെ ന്യൂസ് ചാനലുകാരോട് പറഞ്ഞത് നമുക്കിപ്പോഴും മറക്കാൻ സാധിക്കില്ല. ഇതുപോലെ നിരവധി കഥകൾ ധർമ്മസ്ഥലയെക്കുറിച്ച് ലോറി ഉടമ മനാഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു. കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ മാധ്യമ കോർഡിനേറ്റർ എന്ന ലേബലിൽ ധർമ്മസ്ഥലയിലെ കൂട്ടമരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്ഥിരം സാന്നിധ്യമായി ലോറി ഉടമ മനാഫ് മാറുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ ആ ഒരു ഒറ്റ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെയാണ് മനാഫിൻ്റെ ഒരു റോള് വരുന്നത്. പക്ഷേ ഇപ്പോൾ ശുചീകരണ തൊഴിലാളി പറഞ്ഞതൊക്കെ കള്ളമാണ്. താൻ മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് ധരിപ്പിച്ചതാണ്, താൻ മറ്റൊരു ലക്ഷ്യത്തോടെ കള്ളം പറഞ്ഞതാണ് എന്ന അയാളുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ തീർച്ചയായിട്ടും മനാഫിനും അതൊരു കുരുക്കായി മാറുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. മാത്രമല്ല, ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ അധികാരിയായ വീരേന്ദ്ര ഹെഗ്ഗട്ടെ എന്ന രാജ്യസഭാ എംപിയുടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച വിക്കിപീഡിയ ഈ ഒരു സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു അപ്ഡേഷൻ വരുത്തിയതും വളരെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വീരേന്ദ്ര ഹെഗ്ഗട്ടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നുവെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടെന്ന് വരെ വിക്കിപീഡിയ ആദ്യത്തെ ജീവചരിത്ര കുറിപ്പിനോടൊപ്പം ചേർക്കുകയും ചെയ്തു. വീരേന്ദ്ര ഹെഗ്ഗട്ടെയുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളുടേതാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം. ഈ ഭൂമിയിലും പലർക്കും നോട്ടമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിരുന്നു. വർഗീയമായി ഏറെ സെൻസിറ്റീവായ ജില്ലയിലെ ദക്ഷിണ കന്നഡയിൽപ്പെട്ട സ്ഥലമാണ് ധർമ്മസ്ഥല. അതേസമയം ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമായി കിടക്കുന്ന ബെൽതങ്ങടി എന്ന സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ്. BJP MLA-മാരുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് നടന്നു. കോൺഗ്രസ് സർക്കാരിനെ അത് വലിയ രീതിയിൽ നടുക്കി. അതോടെയാണ് തിങ്കളാഴ്ച തന്നെ മൃതദേഹങ്ങൾ തേടി ധർമ്മസ്ഥലയിൽ കുഴിക്കുന്ന പരിപാടി നിർത്തിവെച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര നിയമസഭയിൽ അറിയിച്ചത്. സ്ഥലം കുഴിക്കുന്ന ഏർപ്പാട് വഴി ഏകദേശം 25 ലക്ഷത്തോളം രൂപയാണ് കർണാടക സർക്കാരിന് നഷ്ടമായത്. മാത്രമല്ല, അവിടുത്തെ യൂട്യൂബർമാർ ഏറെ പൊലിപ്പിച്ച 13ാം സ്പോട്ട് അവിടെ കുഴിച്ചത് ആണ് ഏറെ നിർണായകമായി മാറിയത്. യൂട്യൂബർമാരും TV ചാനലുകാരും ഈ ധർമ്മസ്ഥലയിലെ 13ാം പ്ലോട്ടിൽ അവിടെ കുഴിച്ചാൽ 70 മൃതദേഹങ്ങളോ അസ്ഥികൂടങ്ങളോ കിട്ടുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ കുഴിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. റഡാർ JCB ഉപയോഗിച്ച് ഏകദേശം 80 അടിയോളം കുഴിച്ചു. എന്നിട്ടും ഒരു എല്ലിന് കഷ്ണം പോലും കിട്ടാതായി. ഇതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിധം മാറിയത്. ചോദ്യം ചെയ്യുന്ന രീതിയും മാറി. ഇതോടെ ശുചീകരണ തൊഴിലാളി സത്യങ്ങളെല്ലാം പറയുകയായിരുന്നു. പക്ഷേ ഈ സത്യത്തിനുള്ളിൽ അയാൾ മറ്റു ചില കുറ്റവാളികളെ കൂടി ഒളിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു നിഗമനം നിലവിൽ ശക്തമാണ്. അതേസമയം ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകി കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വര പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഖനന പ്രവർത്തനങ്ങളിൽ അസ്ഥികൂടങ്ങൾ
കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫോറൻസിക് ലബോറട്ടറി റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് വരുന്നത് വരെ കൂടുതൽ ഖനനം നിർത്തിവെക്കുമെന്നും പരമേശ്വര സഭയെ അറിയിച്ചു. ഖനനം മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. യഥാർത്ഥ അന്വേഷണം തുടങ്ങിയിട്ടില്ല. കിട്ടിയ തലയോട്ടിയും മറ്റും FSLലേക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം മുന്നോട്ട് പോകും. DNA പരിശോധന ഉൾപ്പെടെ നിരവധി വിശകലനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരൻ കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കുഴിക്കൽ സാധ്യമല്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കുഴിക്കൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സാക്ഷി സംരക്ഷണ നിയമം നിലവിലുണ്ട്. പരാതിക്കാരൻ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചിരുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും സുരക്ഷ നൽകിയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും വെളിപ്പെടുത്തൽ വന്നിരുന്നു. പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് BJP MLA V. സുനിൽകുമാർ ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. DNA പ്രൊഫൈലിംഗും കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള യഥാർത്ഥ അന്വേഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പരാതിക്കാരൻ നേരത്തെ ഹാജരാക്കിയ തലയോട്ടി കഷ്ണം പോലും വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് എന്നും പരമേശ്വര പറഞ്ഞു. എന്തായാലും ഈ ഒരു സ്ഥലത്തെ കുഴിക്കൽ എന്തായാലും നിർത്തിയിട്ടുണ്ട്. കാരണം 4000-ഓളം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന കെട്ടുകഥയും തേടി ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുഴിക്കാൻ ചെന്നാൽ അത് തീർച്ചയായിട്ടും ഇനി ഭക്തരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടെ പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചോദിച്ചു. മറുപടിയായി കേന്ദ്ര നിയമനിർമ്മാണത്തെക്കുറിച്ച് മന്ത്രി പരാമർശിച്ചു. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സാക്ഷി സംരക്ഷണ നിയമം നിലവിലുണ്ട്. പരാതിക്കാരൻ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചിരുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും സുരക്ഷ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പരാതിക്കാരനെ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ദിവസം അന്വേഷിച്ചിട്ട് അന്വേഷണ സംഘം എന്ത് കണ്ടെത്തിയെന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കേസിന് പിന്നാലെയാണ്. ഒരു ഇടക്കാല റിപ്പോർട്ടെങ്കിലും മേശപ്പുറത്ത് വയ്ക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിൽ BJP കടുത്ത പ്രതിഷേധത്തിലാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 17 പ്ലോട്ടുകൾ കുഴിച്ചെങ്കിലും കാര്യമായി മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ കിട്ടാതിരുന്നതോടെ BJP MLA-മാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനമാണ് ധർമ്മസ്ഥലയിൽ നടന്നത്. ഏതോ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക വഴി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് BJP ആരോപിച്ചത്. ഇതിന്റെ പേരിൽ സിദ്ധരാമയ്യ ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യമുയർന്നു. ഇതോടെ തിങ്കളാഴ്ച തന്നെ മൃതദേഹങ്ങൾ തേടി മണ്ണിൽ കുഴിയെടുക്കുന്ന ദൗത്യം നിർത്തിവെച്ചതായി ആഭ്യന്തരമന്ത്രി പരമേശ്വര പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ കേസിൽ 2 വഴിത്തിരിവുകളുണ്ടായി. ഒന്നാമത്തേത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെ നശിപ്പിക്കാൻ താൻ നുണക്കഥ പറഞ്ഞതാണെന്ന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തി. 100ഓളം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമലിട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നെന്നും ഉള്ളതെല്ലാം തന്നെ ഒരു സംഘം പഠിപ്പിച്ച നുണക്കഥകളായിരുന്നുവെന്ന് ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിവൃത്തിയില്ലാതെ തുറന്നു പറയുകയായിരുന്നു. 17 ഇടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടെയാണ് സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്.